ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ക്ലീനിങ് റുട്ടീനിൽ ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എഴുന്നേറ്റാൽ ജസ്റ്റ് ഒരു 2-3 മിനിറ്റേ എടുക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ബെഡ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഏർലി വിന്നാണ്. നമ്മൾ രാവിലെ തന്നെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. അത് നമുക്ക് ബാക്കി ഏരിയാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ബെഡ്റൂം നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പാത്രങ്ങൾ കഴുകി വെക്കുക എന്നുള്ളതാണ്. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് നമുക്ക് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഡിഷ് വാഷറിലോ അല്ലാതെയോ കഴുകി വെക്കുക. കാരണം നമ്മുടെ കിച്ചണിന് വീടിനെയോ ഏറ്റവും കൂടുതൽ മെസ്സി ആക്കുന്നത് ഈ കഴുകാത്ത പാത്രങ്ങളാണ്. അപ്പോൾ അതെന്തായാലും രാവിലെ തന്നെ കഴുകി വെക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബാക്കി 2 നേരങ്ങളും കൂടി അങ്ങനെ ചെയ്തിട്ട് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ കിച്ചണാക്കി മാറ്റുക. ഇനി തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ കൗണ്ടേഴ്സും ഡൈനിങ് ടേബിളും എല്ലാം തന്നെ വൈപ്പ് ചെയ്യുക. അത് ഓരോ നേരത്തെ കുക്കിങ്ങും നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും എല്ലാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാ കോർണേഴ്സും എഡ്ജസും എല്ലാം നമ്മൾ ചെയ്യുക. അപ്പോൾ അത് കിച്ചൺ ഇൻസ്റ്റൻ്റ്ലി നല്ല നീറ്റാക്കുകയും ചെയ്യും. പിന്നീട് നമുക്ക് ഒത്തിരി ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അടുത്തൊരു കാര്യം, ബാത്റൂം ക്വിക്കായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള ആ ടൂത്ത് പേസ്റ്റ്, പിന്നെ സോപ്പിൻ്റെ പാട്, വെള്ളത്തിൻ്റെ പാടുകൾ, അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബാത്റൂമിലുണ്ടാവും. അപ്പോൾ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ കഴിയുന്ന അപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും വൈപ്സോ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടുക. അപ്പോൾ ഒരു ക്വിക്കായിട്ട് ബാത്റൂം നമ്മൾ 2 മിനിറ്റ്സ് കൊണ്ട് ഒന്ന് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ബാത്റൂമിനുണ്ടാവും. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് അടിച്ചിടുക അല്ലെങ്കിൽ വാക്യൂം ചെയ്തിടുക. നമ്മൾ വീട് എൻ്റർ ചെയ്യുന്ന സ്ഥലം, കിച്ചൺ, ലിവിങ് റൂം, ഇവിടെയൊക്കെ ഒത്തിരി നമ്മൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ബെഡ്റൂംസിലോട്ട് ചിലപ്പോൾ ഇത്രയും പ്രശ്നം വരില്ല. ബാക്കി സ്ഥലങ്ങളിൽ കുറച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി എല്ലാ ദിവസവും നമ്മൾ മസ്റ്റായിട്ട് ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോണ്ട്രി ഒരുപാട് കുന്നുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഏതെങ്കിലും ഒരു സമയം മോർണിംഗിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ആകുമ്പോഴത്തേനും മടക്കി വയ്ക്കാവുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ വീക്കെൻഡ്സിൽ ഒരുപാട് ലോണ്ട്രി ഉള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഡെയിലി നമ്മളുടെ ട്രാഷ് ബിൻസ് ഒന്ന് എംപ്റ്റി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതൊരു നല്ലൊരു റുട്ടീനായിട്ട് പൊക്കോളും. അതിലിങ്ങനെ ഒരുപാട് പഴയ ട്രാഷ് ഇങ്ങനെ കെട്ടുകിടന്ന് ഇരിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ലിവിങ് റൂം എപ്പോഴും ഒന്ന് ടൈഡി അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും ആളുകൾ വരുന്നൊരു ഇതല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് കുഷനൊക്കെ ഒന്ന് നീറ്റാക്കി, ഇപ്പം കുട്ടികൾ ടോയ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കാനൊക്കെ ഒന്ന് നോക്കുക. അപ്പം നമുക്ക് ഏത് സമയത്തും നമുക്ക് പെട്ടെന്നൊരാൾ വന്നാലും ഒരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കുറച്ച് ഹോട്ട് സ്പോട്ട്സ് ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ സർഫസസ് ഉണ്ടാവില്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന എൻട്രി വേല ടേബിളോ കിച്ചൺ കൗണ്ടർ, സൈഡ് ടേബിൾ, ഇത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, മെസ്സി ആവുന്നില്ലല്ലോ എന്നുള്ളത്. ഏതെങ്കിലും ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിറയുന്നുണ്ടെങ്കിൽ അതത് സ്ഥാനത്ത് ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ, എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ നിറയുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നമ്മൾ അന്നത്തെ ദിവസം രാത്രി എൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു റീസെറ്റ് റൂട്ടീൻ ചെയ്യുക. അതായത് ഒരു 10 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് ഒരു ക്വിക്കായിട്ടൊരു ടൈഡി അപ്പ് ചെയ്യുക. കൗണ്ടേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, കിച്ചൺ ഫ്ലോർ ഒന്ന് അടിച്ചിടുക, ലിവിങ് റൂമൊക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കുക. അപ്പോൾ ചെറിയൊരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ നല്ല വെൽക്കമിങ് ആയിട്ടുള്ളൊരു മോർണിംഗ് കിട്ടുകയും ചെയ്യും, നമ്മുടെ സ്ട്രെസ്സ് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ 10 പോയിൻറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി കുറച്ച് എക്സ്ട്രായും കൂടി പറയാം. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാൽ നല്ല ഫ്രഷ് എയർ സർക്കുലേഷൻ ഉണ്ടാവും. അതൊരു 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ, പക്ഷേ നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷ് സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്ത
തുണികൾ അപ്പോൾ അത് അതിൻ്റെ പ്ലേസിൽ ഒന്നില്ലെങ്കിൽ ലോണ്ട്രിയിലോട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹാങ്ങറിലോട്ട് എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഡെയിലി കിച്ചൺ അപ്ലയൻസസ്, സ്റ്റൗവ്, മൈക്രോവേവ്, ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതും നമുക്ക് ആ ഒരു ഹാബിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ നന്നായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുക. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ അതൊന്ന് നമ്മൾ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഫ്ലാറ്റ് സർഫസസിൽ എപ്പോഴും പൊടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് നമ്മൾ ക്വിക്കായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ അതുപോലെ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മുടെ പൈപ്പ് ഫോസറ്റും ഹാൻഡിൽസൊക്കെ ഇല്ലേ, അതിലൊക്കെ ഒരു ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഒന്ന് നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ നല്ലതാണ്. പിന്നെ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ജ്യൂസോ പാലോ ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ വീഴുന്നതെല്ലാം അപ്പം തന്നെ നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് മോപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ വീട് നന്നായിട്ട് തന്നെ കെടുക്കും. പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടോ, ഇപ്പം ചീത്താവുന്ന ഫുഡുണ്ടോ, അപ്പം നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് അത് എടുത്ത് ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ എന്തെങ്കിലും ചീത്തായിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് ചെയ്യുക. കാരണം അതല്ലെങ്കിൽ ഒത്തിരി പ്രശ്നമാവും, ഒത്തിരി മണവും കാര്യങ്ങളും എല്ലാം വരും, എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളും, ഒരു ഹൈജീൻ പ്രശ്നമാണത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് നോക്കുക. ഇനി പറയുന്നത് കുറച്ച് ബോണസ് ഡെയിലി ക്ലീനിങ് ഹാബിറ്റ്സ് ആണ്. അതായത് നമ്മുടെ ബെഡ്റൂം ഒന്ന് റീസെറ്റ് ചെയ്യുക എപ്പോഴും. അപ്പം നമ്മൾ രാവിലെ ബെഡ്റൂമിൽ നിന്ന് പോകുന്ന സമയത്ത് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കുകയാണല്ലോ എന്നുള്ളതൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഡെയിലി അന്നത്തെ ലോണ്ട്രി കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ എസെൻഷ്യൽ സാധനങ്ങളെല്ലാം തന്നെ ആവശ്യത്തിനുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഈ മിറേഴ്സിലൊക്കെ എന്തെങ്കിലും ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ വൈപ്പ് ചെയ്ത് വിടുക. പിന്നെ കുട്ടികളുടെ ഐറ്റംസൊക്കെ എപ്പോഴും നമ്മൾ പ്രശ്നമായിട്ട് കിടക്കും അല്ലേ, എപ്പോഴും അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പോൾ അതൊന്ന് സമയം കിട്ടുന്നതനുസരിച്ച് അതൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എൻട്രി വേ ഒന്ന് എപ്പോഴും നല്ല രീതിയിൽ, കുട്ടികൾ കൊണ്ടുവന്ന് ബാഗൊക്കെ ഇടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻട്രി വേ ഒന്ന് ടൈഡിയപ്പായിട്ട് ഇടുക. പിന്നെ നമ്മുടെ വീട്ടിൽ ഫൗൾ സ്മെൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിൻഡോസൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ലൊരു സ്മെല്ലുള്ള ക്യാൻഡിൽ കത്തിക്കുകയോ നല്ലൊരു എസെൻഷ്യൽ ഓയിൽ ഇടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ പാത്രം കഴുകി വെച്ചേക്കുന്ന ഡിഷ് വാഷറിൽ പാത്രങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് തുടച്ച് പാത്രങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് എല്ലാ റൂമിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങി എല്ലാം ഓർഡറിലല്ലേ ഇരിക്കുന്നതെന്നൊന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡെയിലി ക്ലീനിങ് ഹാബിറ്റ്സ് ആണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറഞ്ഞു, പിന്നെ കുറച്ച് എക്സ്ട്രാ ബോണസ് പോയിൻറ്റ്സും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്നതാണെങ്കിലും വൺസ് ഇൻ എ വൈൽ ഒരു റിമൈൻഡർ കിട്ടുന്നത് എപ്പോഴും നമുക്കൊരു ബൂസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്കുടനെ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഡെയിലി 2 വീഡിയോസ് ഇടുന്നുണ്ട്, രാവിലെ 8 മണിക്കും വൈകിട്ട് 2 മണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മിസ്സാവാതെ രണ്ടും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.